ഇനിയെങ്കിലും തിരുത്താൻ ശ്രമിച്ചൂടെ? സമയമുണ്ടല്ലോ. ഈ ബന്ധം അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക്. നിനക്കുള്ളതല്ലത്, നിനക്കുള്ളതല്ല. സാറിന് എന്നെ വിട്ടാൽ വർമ്മൻ ഗ്രൂപ്പ് എന്ന വലിയൊരു ലോകമുണ്ട്. പക്ഷേ ഈ ശ്രീലക്ഷ്മിയുടെ ലോകം രവിചന്ദ്രവർമ്മൻ മാത്രം. ഇന്നും എപ്പോഴും ഞാനുണ്ടാവും കൂടെ. Yes! ഇല്ല, അവൾ എൻ്റെ പെണ്ണ്. ഞാൻ വാക്കു പറഞ്ഞ് മോതിരോട്ട് ഉറപ്പിച്ച പെണ്ണ്. എനിക്കവളെ വേണം. അതിന് വേണ്ടത് നൈരാശ്യമല്ല, ഉത്സാഹമാണ്. സ്വയം ചേഞ്ച് ചെയ്യാനുള്ള ഉത്സാഹം. യെസ്. യെസ്. ഇവളെന്താ ഇങ്ങനെ? നല്ല രസമുണ്ടല്ലോ കാണാൻ. എന്താ ശ്രീകുട്ടി ഇന്ന് ഇങ്ങനെ? നിങ്ങളുടെ ഓഫീസില് ഇന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എന്തെങ്കിലും ഉണ്ടോ? ആ ചേച്ചി, അത്ര ബോറാണോ എന്നെ കാണാൻ? നോ 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 നോ, നിന്നെ കാണാൻ സൂപ്പർ അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഓഫീസില് എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടോന്നാ. ഇന്നാള് കുഞ്ഞമ്മ പറഞ്ഞല്ലോ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ അതിന്റെ പേര്? ആ, എത്നിക് ഡേ. ഇത് അതൊന്നും അല്ല മായേച്ചി. അവിടെ അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഇല്ലെന്ന്. പിന്നെന്തിനാ സാരി എടുത്തോണ്ട് പോകുന്നത്? ഇന്ന് മലയാളം 1-ാം തീയതി ഒന്നും അല്ലല്ലോ. ഷെടാ, ഇതെന്തൊരു കൂത്ത്! ഈ ലോകത്ത് എനിക്കൊരു സാരി ഉടുക്കാനും പാടില്ലതായോ? അങ്ങനെയൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. നിന്നെ ഇങ്ങനെ കണ്ടിട്ട് വലിയൊരു സ്ത്രീയെ പോലെ തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. ആണോ? പ്രായം കൂടുതൽ തോന്നിക്കുന്നുണ്ടല്ലേ? സൂപ്പർ, അതാണ് എനിക്ക് വേണ്ടിയിരുന്നതും. പ്രായം കൂടുതൽ തോന്നിക്കുന്നത് സൂപ്പർ എന്നോ? എന്റെ ഈശ്വര, ഈ പെണ്ണിന് തലയ്ക്ക് ഓളം കയറിയെന്നാ തോന്നുന്നേ. അന്ന്
എനിക്ക് തന്നോട് ദേഷ്യം തോന്നിയതിന്റെ കാരണം എന്താണെന്നറിയോ? താനല്ലാതെ മാറിയെന്നുള്ളത്. ഇന്നിതാ നോക്ക്, ഞാനും അത് തന്നെ ആവർത്തിച്ചു. ജസ്റ്റ് ഫോർ എ സില്ലി റീസൺ. സാറിന് അങ്ങനെ തോന്നുന്നോ? അബ്സല്യൂട്ട്ലി. യഥാർത്ഥ പ്രണയത്തിൽ കൃത്രിമത്വം പാടില്ല ശ്രീലക്ഷ്മി. നമ്മൾ തന്നെ ആയിരിക്കണം. പരസ്പരമുള്ള തിരിച്ചറിയലാണ് യഥാർത്ഥ പ്രണയം. തനിക്ക് വേണ്ടിയുള്ള ആൾ ഞാനാണെന്നും എനിക്ക് വേണ്ടിയുള്ള ആൾ താനാണെന്നുമുള്ള നമ്മുടെ തോന്നൽ, അതാണ് പ്രണയം. അല്ലാതെ താൻ എന്റെ പിന്നാലെ 10 വർഷം നടന്നു എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ തന്നെ ഞാൻ 15 വർഷം മനസ്സിൽ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രണയം പരസ്പരമുള്ള കണ്ടെത്തലാണ്, പരസ്പരമുള്ള തിരിച്ചറിയൽ. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഷോ. ഇറ്റ്സ് എ റെക്കഗ്നിഷൻ ഓഫ് ഇന്നർ ബ്യൂട്ടി. ഇതൊക്കെ മാഡത്തിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് മാഡം. എല്ലാവരും മാഡത്തിനെ പോലെ ചിന്തിക്കണമെന്ന് വാശി പിടിച്ചാൽ നടക്കില്ല. നമ്മുടെ രവിവർമ്മൻ സാറിന് ഇപ്പം 45 വയസ്സ് കഴിഞ്ഞു. സാറിന്റെ ലൈഫിൽ എന്താണോ നഷ്ടപ്പെട്ടിരുന്നത് അതിപ്പോ തിരികെ കിട്ടിയെന്നാ എനിക്ക് തോന്നുന്നത്. അതിന്റെ സന്തോഷമാ സാറിന്. സത്യം പറഞ്ഞ സാറ് സന്തോഷവാനാണെങ്കിൽ നമ്മളും അത് കണ്ട് സന്തോഷിക്കുകയില്ലേ മാഡം വേണ്ടത്? പകരം സാറിന് അടുത്തറിയാവുന്ന മാഡം പോലും ഇങ്ങനെ ഇടം തിരിഞ്ഞു നിൽക്കുന്നത് ന്യായമാണ്? മാഡം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സാന്ദ്ര മാഡം, മാഡം നല്ലൊരാളാണ്, വളരെ സന്മനസ്സുള്ള നല്ലൊരു സ്ത്രീ. മാഡത്തിന് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം മാഡം ഒന്ന് റിലാക്സ് ചെയ്യ്. ബി കൂൾ പ്ലീസ്. ഞാൻ അല്പം കഴിഞ്ഞ് വരാം. രവിവർമ്മൻ സാറ് നമ്മുടെ ബോസാണ്, നമ്മുടെ അന്നദാതാവ്. അദ്ദേഹം സന്തോഷവാനായിരിക്കണം, അതാണ് നമ്മുടെ ധർമ്മം. ദാറ്റ്സ് ഓൾ. Of course, രവിവർമ്മൻ സാർ. സാറ് സന്തോഷമായിട്ടിരിക്കുന്നതിൽ ഐ എം സോ ഹാപ്പി. പക്ഷേ സാറിന്റെ സന്തോഷത്തിന്റെ കാരണക്കാരി അവളാണെന്ന് ചിന്തിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. Bloody stupid. അവളെക്കാൾ എത്രയോ ഉയരെയാണ് രവിവർമ്മൻ സാറ്. അവൾക്കൊരിക്കലും സാറ് മാച്ച് ആവില്ല, ഒരിക്കലും. അവർക്ക് രണ്ടാൾക്കും അതേപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് കഷ്ടം. എന്നാലും രാജാറാം സാർ പറയുന്നതിൽ പകുതി ഞാൻ അംഗീകരിക്കുന്നു, രവിവർമ്മൻ സാറിന്റെ ക്ഷേമം. പക്ഷേ അവൾ അങ്ങനെ സന്തോഷിക്കുന്നത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. അവളുടെ നാശം എന്നെ കൊണ്ടാ. ഈ സാൻഡ്രയുടെ ധർമ്മം അതാ, രവിവർമ്മൻ സാറിന്റെ സന്തോഷം. പക്ഷെ ശ്രീലക്ഷ്മിക്ക് ഞാൻ സങ്കടമേ വിധിക്കും. സങ്കടം. ഞാൻ എന്റെ വളയോ കമ്മലോ മറ്റോ പണയം വെക്കാൻ തരണോ? കാൽപ്പനും കാലരക്കപ്പാവനും ഒക്കെ ഉള്ളൂ. നീയൊന്നും മിണ്ടാതിരി, എല്ലാം ശരിയാവും. ചെറിയ ആക്സിഡന്റ് പറ്റിയപ്പോ ഇത്രയും കാശ് ചെലവായി. പ്രതീക്ഷിക്കാതെ ഇതുപോലെ ഓരോരോ ചെലവുകൾ വരുമ്പോഴാ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോകുന്നത്.
പറഞ്ഞിട്ട് കാര്യമില്ല. ആ, ഇനി മുതല് ആരോഗ്യ അല്പം കൂടി ശ്രദ്ധിക്കണമെന്ന് തോന്നണം. എന്നും ചെറിയ ചെറിയ വ്യായാമമൊക്കെ ചെയ്യണം. യോഗയും നല്ലതാ. എനിക്ക് വേണ്ടി മോളുടെ കയ്യിൽ നിന്ന് 5 പൈസ ചെലവാക്കാൻ പാടില്ല. അവളുടെ ശമ്പളമെല്ലാം അവളുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ. നമ്മുടെ ചെറിയ സമ്പാദ്യവും അവളുടെ കല്യാണത്തിന് വേണം എടുക്കാൻ. ഒന്നും പാലിൽ കളയാനില്ലെന്നർത്ഥം. ഒരു നേരത്തെ കവറ് പാല് വേണ്ടെന്ന് വെച്ചാ 23 രൂപ ലാഭിക്കാം. പല 23 ഒടുവിൽ 23,000 ആകുന്നത്. അപ്പൊ നമുക്കതൊരു മുതലായിട്ട് തോന്നും. എന്തോന്നാ ശ്രീടച്ച ഇതൊക്കെ? ഓരോന്ന് പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തുവാണല്ലോ. തലയിൽ ഒരു പാറക്കല്ല് വന്ന് വീണാലും ചിരിച്ചോണ്ടിരിക്കുന്ന ആളാ. വെറുതെ ഇപ്പൊ ഇങ്ങനെ ഓരോന്നാലോചിച്ച് BP കൂട്ടണ്ട. അസുഖമോ ആക്സിഡന്റോ എന്തെങ്കിലും പറ്റുന്നെങ്കിൽ ഇനി അത് എനിക്ക് പറ്റട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. ശ്രീടച്ചൻ ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. എന്താടി നീ പറയുന്നേ? കടയിൽ പോകുന്ന വഴി എന്നെ കരയിപ്പിക്കാനാണോ? കണ്ടോ നിങ്ങൾക്ക് മറ്റുള്ളവർ സങ്കടപ്പെടുത്തുന്ന രീതി വർത്താനം പറയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് കരച്ചിലായി. ശരി ശരി, ഇനി ഈ വക സംസാരം വേണ്ട നമുക്ക്. മോളുടെ കല്യാണം കഴിയുന്നവരെ നമുക്ക് രണ്ടാൾക്കും ഒന്നും സംഭവിക്കില്ല. എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ ഞാൻ. മോളോട് നമ്മുടെ വിഷമമൊന്നും പറയാതിരുന്നാ മതി. അത് ശ്രദ്ധിച്ചാ മതി. അവളെന്നും സന്തോഷത്തോടെ അവളുടെ ലോകത്ത് ജീവിക്കണം. ഇന്നാണെങ്കി അവൾ ഒരുങ്ങിപ്പോയപ്പോ ഒരു കല്യാണ പെണ്ണിനെ പോലെയാ എനിക്ക് തോന്നിയത്. നജീബ്, യെസ് മാഡം. എന്റെ ക്യാബിനിൽ കുടിക്കാൻ വെള്ളമില്ലല്ലോ. ഒരു മിനിറ്റ് മാഡം, സാറിന് ഫയലൊന്ന് കൊടുത്തോട്ടെ, വെച്ചേക്കോളാം. അല്ല, ഈ ഫയലല്ലേ എന്നെ കൊണ്ട് തൊടിയിക്കാതെ ശ്രീലക്ഷ്മി കൊണ്ടുപോകണമെന്ന് സാറ് വിലക്കിയത്? എന്താ നജീബിന്റെ കയ്യിൽ കൊടുത്തുവിടുന്ന? ആ, ശ്രീലക്ഷ്മി, എത്ര ഐശ്വര്യമുള്ള പേര്. തന്റെ പേരിൽ മാത്രമല്ല, തന്റെ സാമീപ്യം തന്നെ ചുറ്റും ഐശ്വര്യം പടർത്തുക. നിന്റെ ഈ പേര് എന്റെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ സമ്മതം തന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി. യെസ്, ഒരു റിപ്ലൈ എഴുതിക്കളാം. നജീബിക്ക, ഇത് രവിവർമ്മൻ സാറിന്റെ കയ്യിൽ കൊടുക്കണം, അർജന്റാ. ശരി ശരി മാഡം. അവളുടെ ഒരു പൗർണമി തൊഴില്.
ഇതെന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ സാറിന്റെ കാര്യമാണ് കഷ്ടം. എന്താ കോളേജ് ക്യാമ്പസ് ആണെന്നാണോ കരുതിയത് രണ്ടാളും? ഇനിയിപ്പോ രവിവർമ്മൻ സാർ അവളുടെ താളത്തിനൊത്ത് തുള്ളിയാലും ഞാനതിന് സമ്മതിക്കില്ല. ഐ കാൻ ലെറ്റ് ഹിം ഡു ഓൾ ദീസ് സ്റ്റുപ്പിഡിറ്റി. ഇന്ന് 6 മണിക്ക് രവിവർമ്മൻ സാർ എങ്ങും പോവില്ല. അതിനുള്ള വഴി ഈ സാൻഡ്രയ്ക്കറിയാം. ആന്റി, ശ്രീലക്ഷ്മി ഓഫീസിൽ നിന്ന് വന്നായിരുന്നോ? വന്നല്ലോ. എന്താടി? യമുനയ്ക്ക് ടെക്നോ പാർക്കിൽ നിന്നൊരു ഇന്റർവ്യൂ കാർഡ് വന്നായിരുന്നു. ആ അവിടെ ആ ഓഫീസിൽ ആരെങ്കിലും ശ്രീയച്ചിക്ക് പരിചയമുണ്ടെന്ന് ചോദിക്കാനാ. ആ അവള് അകത്തുണ്ട്. എന്തോ അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞ് കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്ക. ശ്രീയച്ചി, ആഹാ, എന്താ രണ്ടുപേരും കൂടെ? മൈക്രോ ടെക്നോ സൊല്യൂഷൻസിൽ നിന്ന് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. എവിടെ നോക്കട്ടെ. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ സർ. സർ, വേൾഡ് എക്കണോമിക് ഫോറം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കമ്പനിയുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനത് പറയാൻ വിട്ടുപോയതാ. നമ്മുടെ പാർട്ടിസിപ്പേഷന്റെ ഫോർമാലിറ്റീസ് എല്ലാം ഇപ്പൊ തന്നെ തുടങ്ങണം. യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും അതിന്റെ ആക്ടിവിറ്റീസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെയും വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്താലോ? ഞാൻ തന്നെ ഈ കാര്യം ബ്രീഫ് ചെയ്തോളാം. ഓഫ് കോഴ്സ് സർ, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ഇവിടെയുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ശ്രീലക്ഷ്മി മാത്രം നേരത്തെ ഓഫീസിൽ നിന്ന് പോയി. ശ്രീലക്ഷ്മി പോയോ? ഒരു മെസ്സേജ് ഇവിടെ അയച്ചിട്ടില്ലല്ലോ. ഓ മൈ ഗോഡ്, സമയം 6:30 കഴിഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. ചിലപ്പോ നമ്മൾ രണ്ടാളും മീറ്റിംഗിലായതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി അവള് പോയതായിരിക്കും. എനിവേ, നോ ഇഷ്യൂസ്. താൻ ഒരു കാര്യം ചെയ്യും, ഇതിനെ സംബന്ധിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനും ഒരു മെയിൽ അയക്കുക. നമുക്ക് നാളെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്താ പോരെ? അയ്യോ സർ, സർ നേരത്തെ പോവാണോ? ആക്ച്വലി 6:30 now. എന്തുറ്റി സെൻട്ര, വേറെ എന്തെങ്കിലും വർക്കുണ്ടോ ചെയ്തു തീർക്കാൻ? ഐ എം നോട്ട് ഷുവർ സർ. എനിക്കിത് സാറിനോട് പറയാമോ പറയാൻ പാടില്ലേ എന്നൊന്നും അറിയില്ല. ആക്ച്വലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓ, ഒരിക്കൽ പറഞ്ഞപ്പോ സാർ അതത്ര മൈൻഡ് ചെയ്തില്ല. അതാ വീണ്ടും പറയാൻ ചെറിയൊരു ഡെലിക്കസി. അതെന്താ കാര്യം? തുറന്നു പറയൂ. ഒഫീഷ്യൽ കാര്യം പറയുന്നതിന് എന്താ എനിക്ക് ഇത്ര വിഷമോ? കമോൺ ടെൽ മീ. സെൻട്ര, താൻ ഇതുവരെ കാര്യം പറഞ്ഞില്ല. അത് മറ്റൊന്നുമല്ല സർ. ഏകദേശം 1 വർഷമായി നമ്മുടെ മന്ത്ലി മീറ്റിംഗ് നടന്നിട്ട്. ദാറ്റ്സ് വെരി റോങ് ഐ തിങ്ക്. ആക്ച്വലി സാറിന് അറിയാമല്ലോ, ഞാൻ തയ്യാറാക്കുന്ന ഷെഡ്യൂളിൽ എന്തെങ്കിലും മാറ്റം വന്നാ ഞാൻ അപ്സെറ്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ സാറിനോട് പറയേണ്ടതില്ലല്ലോ നമ്മുടെ മന്ത്ലി മീറ്റിംഗ് മുടങ്ങുന്നതില് ഞാൻ എത്രമാത്രം ഡിസപ്പോയിന്റഡ് ആണെന്ന്. സർ, ഈ 1 വർഷത്തിനുള്ളിൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കമ്പനി മാറ്റേഴ്സിൽ എനിക്ക് എന്റേതായൊരു സ്ഥാനം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓഫ് കോഴ്സ് സെൻട്ര, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ജോലിയുടെ കാര്യത്തിൽ തനിക്ക് പകരം വെക്കാൻ ഈ കമ്പനിയിൽ മറ്റാരുമില്ല. ദാറ്റ്സ് എ ഫാക്ട്.
and I always try to follow your mode of operandi. താങ്ക് യു സർ. അങ്ങനെയാണെങ്കിൽ മുമ്പത്തെ പോലെ മന്ത്ലി മീറ്റിംഗിന് ഇന്ന് എന്നോടൊപ്പം സർ ജോയിൻ ചെയ്യണം. Can you do that now? സർ പെട്ടെന്ന് എന്തോ കൺഫ്യൂഷനിലായെന്ന് തോന്നുന്നു. സർ മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞില്ലേ എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു സമയം വരുമ്പോ ചോദിക്കാവുന്ന. ആ സമയം ഇപ്പോഴാണെന്ന് കരുതിക്കൊള്ളൂ സർ. യു ഷുഡ് കം വിത്ത് മീ ഫോർ ദിസ് മന്ത്ലി മീറ്റിംഗ് പ്ലീസ്. തന്നെ നിരാശപ്പെടുത്തുന്ന എനിക്ക് ഇഷ്ടമല്ല സാൻഡ്ര, പക്ഷെ ഇന്ന് നടക്കില്ല. ശ്രീലക്ഷ്മി, താൻ പറഞ്ഞത് എനിക്കിപ്പോ അനുഭവത്തിൽ വന്നിരിക്കുന്നു. രാവിലെ എത്തിയാലുടൻ നിന്റെ ഐശ്വര്യമുള്ള മുഖം കാണുമ്പോഴാണ് എന്റെ മനസ്സിൽ സന്തോഷം നിറയുന്നത്. അപ്പോഴാണ് വർക്ക് ചെയ്യാനുള്ള അസാധാരണമായ ഊർജം കിട്ടുന്നതും. നിന്നെ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. എത്തിയാലുടൻ എന്നെ വന്ന് കാണണം എന്ന് നിന്റെ വിശ്വസ്തൻ. എന്റെ കരിക്കൊത്തിയമ്മേ, എന്താ ഞാനീ കാണുന്നത്? പ്രേമലേഖനോ? ചിലത് പറഞ്ഞപ്പോ ശ്രീയുടെ അച്ഛൻ എന്റെ വായടുപ്പിക്കാൻ വന്നു. ഇപ്പൊ ദാ കണ്ടില്ലേ? എനിക്കറിയായിരുന്നു അവളുടെ കാര്യത്തിൽ എന്തോ ചുറ്റിക്കളി നടക്കുന്നുണ്ടെന്ന്. ഇതിപ്പോ മായയോട് പറയാന്ന് വെച്ചാ എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയില്ല എന്താ നടക്കുന്നതെന്ന്. ഇനി എന്ത് ചെയ്യേണ്ടി ഈശ്വര? ഈ എഴുതിയവനെ കാണാനായിരിക്കും മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി കെട്ടി അമ്പലത്തിൽ പോണെന്നും പറഞ്ഞു പോയത്. ഇതിപ്പോ രണ്ടെണ്ണം അമ്പലത്തിൽ വെച്ച് കൂടിക്കാഴ്ച ഉറപ്പാ. എങ്ങനെയാ ഇപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നേ? കുഞ്ഞന്വേഷിക്കുകയാണെങ്കിൽ ഉറങ്ങിയെന്ന് പറയാൻ പറഞ്ഞു. ഓ അയ്യോടാ, ഇത്ര നേരത്തെ ഉറങ്ങുമെന്ന് വിചാരിച്ചില്ലല്ലോ. അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഹേയ്, ഒന്നുമില്ല കുഞ്ഞെ, സുഖമായിരിക്കുന്നു. ഇടയ്ക്ക് വലിയമ്മാവിന്റെ വീട്ടിലൊന്ന് പോണമെന്ന് പറയുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ സപ്താഹം നടക്കുക. ഓ, ഇന്ന് ഇവിടെയും ചിലര് വന്നിരുന്നു. വലിയ ചിലവാണ്, സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അമ്മ കൈനിറയെ കൊടുത്താണല്ലോ. ദൈവത്തിനല്ലേ കുഞ്ഞെ, അങ്ങോട്ട് കൊടുത്താ ഇങ്ങോട്ടും കിട്ടുമെന്ന് കരുതിയാ മതി. എതിർക്കുന്നില്ല, പക്ഷെ അവിടെ കൊടുക്കുന്നതിന്റെ പകുതിയെങ്കിലും വല്ല അനാഥശാലയിലും കൂടെ നൽകുന്നത് നന്നായിരിക്കുമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. ആ അത് പോട്ടെ, എന്നത്തെയും പോലെ ലേറ്റായി വന്ന അമ്മയെ കാണാൻ പറ്റില്ല എന്നാ ഞാൻ വിചാരിച്ചത്. അതാ നേരത്തെ വീട്ടിൽ വന്നത്. പക്ഷേ സാരല്ല, നാളെ കാണാം. ശരി ബാലമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കുഞ്ഞെ. ഒരു അറ്റംപ്റ്റ് ഫെയിലിയറായി. ഇനി അമ്മയ്ക്ക് എപ്പോ എന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നു അപ്പൊ സംസാരിക്കട്ടെ. ഞാൻ എന്തായാലും ഡിസ്റ്റർബ്. എന്തായാലും ഇത് കഴിച്ചെന്റെ മനസ്സ് നിറഞ്ഞു. നീ നോക്കിക്കോ സരോജം, നമ്മുടെ മോളെ കെട്ടാൻ പോകുന്നവൻ മഹാഭാഗ്യവാനായിരിക്കും. വായിക്ക് രുചിയായിട്ട് നല്ല ഭക്ഷണം കഴിക്കാലോ. കഴിക്കാം. അവക്കേ നല്ല വരുമാനമുണ്ട്, അതുകൊണ്ട് ചെലവാക്കാൻ വിഷമം ഉണ്ടാവില്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനെയാണോ? എല്ലാ മാസവും നിങ്ങളെ കണക്കേൽപ്പിക്കണം. അരി എത്ര, പയറെത്ര. അത് കേൾക്കുമ്പോ ഈ ചിരിയും കളിയൊന്നും മുഖത്ത് കാണാറില്ലല്ലോ ഞാൻ. ഇനി ഞാൻ കറക്റ്റായിട്ട് കണക്ക് നോക്കിക്കോളാം. ഏതായാലും മോളോട് കാശധികം ചെലവാക്കി ശീലിക്കണ്ടെന്ന് നീ പറയണം. എപ്പോഴും ആവശ്യത്തിന് കയ്യിൽ കുറച്ച് കാശ് മെച്ചം ഉണ്ടാകുന്നത് നല്ലതാ. നാളെ ഭർത്താവിന്റെ മാത്രം ചെലവിൽ ജീവിക്കേണ്ട ഒരവസ്ഥ മോൾക്ക് വരരുത്. പെൺകുട്ടികളുടെ കയ്യിൽ അല്പം സമ്പാദ്യം ഉണ്ടെങ്കിൽ അത് അവർക്ക് നൽകുന്ന ധൈര്യം വേറെ ഒന്ന് തന്നെയാ. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ വീട്ടിലെ ഉപ്പുമാവിന്
അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും വേണ്ട, സാധാ ഉപ്പുമാവ് മതി. എന്ന് വെച്ച് ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനൊക്കെ ശകലം ആർഭാടാവാം, അത് കുറയ്ക്കണ്ട. അതെ, നിങ്ങൾ ഈ തുണിക്കടയിലെ പണി മതിയാക്കിട്ടെ വല്ല ഉപദേശിയായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ദാ അവിടെ മലക്കറി വാങ്ങാനുള്ള ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ, അത് ഓണത്തിന് വാങ്ങിയാ മതിയെങ്കിൽ അങ്ങനെ മതി. ഞാനേ വെറും അരി വേവിച്ചു തന്നോളാം. ഡീ, ചോറൊക്കെ എടുത്ത് ബാഗിൽ വെച്ചോ. വച്ചമ്മേ. ആ അമ്മേ, ആ ലിസ്റ്റിംഗ് താ. ഞാൻ വരുമ്പോ മലക്കറി വാങ്ങിച്ചോണ്ട് വരാം. അച്ഛനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ കാരണം സാറിന് എന്താ ഇവിടെ ബുദ്ധിമുട്ട്? പതുക്കെ. സാറിന് ഞാൻ കാരണം എന്തോ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. എന്ത് ബുദ്ധിമുട്ടാ സാറിന്? പറയൂ സാർ, ഞാനും കൂടി നേരിട്ട് കേൾക്കട്ടെ. എന്താണ് സാറിന്റെ പ്രോബ്ലം എന്ന്? ഞാൻ തോൽക്കാൻ തയ്യാറാ, എത്ര തവണ വേണമെങ്കിലും തോൽക്കാം. പക്ഷെ ഒരു റിക്വസ്റ്റ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞയക്കരുത്. എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്നോട് പറഞ്ഞാ മതി, ഡയറക്റ്റ് ആയിട്ട്. അത് താൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തന്നെ എനിക്ക് ശീലവും. ഐ ഡോണ്ട് ഹാവ് എനി മീഡിയേറ്റേഴ്സ് ഹിയർ. തെറ്റ്. യു ഹാവ് എ മീഡിയേറ്റർ ഹിയർ. And her name is Sandra, Vice President of Verman Group of Companies. What the hell are you talking? I'm talking sense. സാന്ദ്ര മാഡം ഇപ്പൊ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ രവിവർമ്മൻ സാറിന് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്ന്. എന്ന് സാൻഡ്രോ എന്ന് തന്നോട് പറഞ്ഞു? ആ പറഞ്ഞു. എന്നിട്ട് താനത് വിശ്വസിച്ചു? വിശ്വസിച്ചു. അതാ ഇവിടെ വന്ന് ചോദിക്കുന്നത്. എന്നാ ആ വിശ്വാസം തെറ്റ്. ഞാൻ സാൻഡ്രയെ തന്നോട് പറയാനായി ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അവൾ ഓവർ സ്മാർട്ട് കളിക്കുന്ന, നമ്മൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകാൻ. അതുകൊണ്ട് അവർക്കുള്ള നേട്ടം അത് അവളോട് തന്നെ ചോദിക്കുക. അപ്പൊ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ ഞാൻ സാറിനെ ഹേർട്ട് ചെയ്തിട്ടില്ല? ഉണ്ട്. ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളത്, രാവിലെ വന്നാലുടനെ താൻ എന്നെ വന്ന് കാണണമെന്ന്. സാധിച്ചില്ലെങ്കിൽ മെസ്സേജോ കോളോ ഞാൻ പ്രതീക്ഷിച്ചു. ഒന്നും വന്നില്ല. തന്നെ ഞാനിവിടെ കാത്തിരിക്കായിരുന്നു ഇത്ര നേരം. എത്ര നേരം? 10 മിനിറ്റ്? 20 മിനിറ്റ്? അതോ അരമണിക്കൂറോ? എന്നാൽ ഇന്നലെ ഞാനും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 10-20 മിനിറ്റ് അല്ല, മണിക്കൂറുകള്. വരാമെന്ന് വാക്ക് തന്ന സാറ് വന്നില്ല. അവിടെ ഞാൻ എവിടെ വരാന്ന് വാക്ക് പറഞ്ഞു? അമ്പലത്തില്. അല്ലാതെ എവിടെ? ഇന്നലെ അമ്പലത്തിലോ? അങ്ങനെയാണെങ്കിൽ തനിക്കത് എന്നോട് പറയായിരുന്നില്ലേ ഞാനും അമ്പലത്തിൽ വരണമെന്ന്? എന്താ സാറ് പറയുന്നത്? അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞ് എഴുതി കത്ത് ഞാൻ തന്നില്ലേ? സാർ അതിന് മറുപടിയും തന്നു ഇന്നലെ തന്നെ.